ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി നമ്മുടെ ചാനലിലേക്ക് എത്തുന്നവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. മിഥിലാപുരി പ്രവേശം. വിശ്വാമിത്ര മഹർഷിയെ പിന്തുടർന്ന് രാമലക്ഷ്മണന്മാർ യജ്ഞവാടത്തിലെത്തി. അവർക്ക് താമസിക്കുവാൻ ധാരാളം ജലം കിട്ടുന്നതും വൃത്തിയുള്ളതുമായ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. വിശ്വാമിത്രൻ വന്ന വിവരം അറിഞ്ഞ് മഹാരാജാവ് പുരോഹിതന്മാരോടൊരുമിച്ച് എതിരേൽക്കാനായി എത്തി. മഹർഷിയുടെ സാന്നിധ്യത്തിൽ താൻ ധന്യനാണെന്ന് രാജർഷി ഭക്തിപൂർവം അറിയിച്ചു. മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാൻ രാജാവ് ബ്രഹ്മർഷിയെ ആനയിച്ചു. അതിനിടെ സൂര്യതേജസ്സോടെ നിൽക്കുന്ന കുമാരന്മാർ ആരെന്നറിയാൻ ജനകൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. മഹർഷിയാകട്ടെ തൻ്റെ ശിഷ്യന്മാരുടെ ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും മിഥിലയിലുള്ള പള്ളിവില്ല് കാണാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്നറിയിക്കുകയും ചെയ്തു. ഇതിനിടെ ഗൗതമമുനിയുടെ പുത്രനായ ശതാനീകൻ അഹല്യയുടെ ശാപമോക്ഷം അറിഞ്ഞ് സന്തോഷിച്ചു. തുടർന്ന് ശതാനീകൻ വിശ്വാമിത്രൻ്റെ കെൽപ്പ് എത്രമാത്രമാണെന്ന് കാണിക്കുന്ന ഒരു കഥ പറഞ്ഞു. ഈ മഹർഷി വളരെ മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു. സർവവിദ്യകളും അറിയാമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെയിരിക്കെ ഒരു ദിവസം തൻ്റെ വൻപടയുമായി നാടുനീളെ സഞ്ചരിച്ചു. ആ യാത്രക്കിടയിൽ വസിഷ്ഠ ബ്രഹ്മർഷിയുടെ ആശ്രമത്തിലും ചെന്നു. അമിത ബലവാനായ വിശ്വാമിത്രൻ വസിഷ്ഠ മഹാമുനിയെ നമസ്കരിച്ചു. വസിഷ്ഠൻ വേണ്ട വിധത്തിൽ രാജാവിനെ സൽക്കരിച്ചു. പിന്നീട് പരിവാരങ്ങൾക്ക് സമൃദ്ധമായ സദ്യയൊരുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം കാമധേനുവിനെ വിളിച്ച് രാജാവിനും കൂട്ടർക്കും എല്ലാവിധ വിഭവങ്ങളോടും കൂടിയ സദ്യയൊരുക്കാൻ കാമധേനുവിനോട് പറഞ്ഞു. ഭൂമിയിൽ ആർക്കും ഒരുക്കുവാൻ കഴിയാത്ത വിശിഷ്ട വിഭവങ്ങൾ രാജാവിനും സൈനികർക്കും സമൃദ്ധമായി നൽകി. മഹാരാജാവിന് അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇത്ര ശക്തിയുള്ള ആ പശുവിനെ എങ്ങനെയും സ്വന്തമാക്കണമെന്ന് രാജാവ് മോഹിച്ചു. തനിക്ക് കാമധേനുവിനെ നൽകണമെന്ന് വിശ്വാമിത്രൻ മഹർഷിയോട് ആവശ്യപ്പെട്ടു. അതിനായി 100,000 ഉത്തമ പശുക്കളെ താൻ മഹർഷിക്ക് നൽകാമെന്നും വാക്കു നൽകി. 100,000 അല്ല, 100 കോടി പശുക്കളെ തന്നാലും കാമധേനുവിനെ വിട്ടുതരികയില്ലെന്ന് വസിഷ്ഠൻ ശഠിച്ചു. എന്തു തന്നെ സംഭവിച്ചാലും തന്നെ വിട്ടുപിരിയാത്തവളാണ് കാമധേനു എന്നും അഗ്നിഹോത്രങ്ങൾക്കും നിത്യവൃത്തിക്കുമുള്ള വക ലഭിക്കുന്നത് കാമധേനുവിൽ നിന്നാണെന്നും വസിഷ്ഠൻ പറഞ്ഞു. രാജ്യം ഭരിക്കുന്ന രാജാവിന് അവകാശപ്പെട്ടതാണ് രാജ്യത്തുള്ളതെല്ലാം. അതുകൊണ്ട് കാമധേനു തനിക്ക് ആവശ്യപ്പെട്ടതാണെന്ന് വിശ്വാമിത്രൻ വാദിച്ചു. വിശ്വാമിത്രൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും വസിഷ്ഠൻ അവഗണിച്ചു. കോപിഷ്ഠനായ വിശ്വാമിത്രൻ കാമധേനുവിനെ പിടിച്ചു കൊണ്ടുപോകുവാൻ തയ്യാറായി. കാമധേനു വിലപിച്ചുകൊണ്ട് വസിഷ്ഠൻ്റെ മുന്നിലെത്തി. തന്നെ എന്തുകൊണ്ടാണ് വസിഷ്ഠ മഹർഷി കൈവെടിയുന്നതെന്ന് കാമധേനു ചോദിച്ചു. ദുഃഖിതനായ മഹർഷി വിതുമ്പിക്കൊണ്ടിങ്ങനെ പറഞ്ഞു: ഈ രാജാവ് നിന്നെ അപഹരിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ ഞാൻ നിന്നെ കൈവെടിഞ്ഞതല്ല. ഭഗവാനെ, ക്ഷത്രിയന് ബ്രാഹ്മണനെ ജയിക്കുവാൻ കഴിയില്ല. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഈ ദുഷ്ടനായ വിശ്വാമിത്രൻ്റെ അഹങ്കാരത്തെയും സൈന്യത്തെയും ഞാൻ നശിപ്പിക്കാം.
കാമധേനുവിൻ്റെ വാക്കുകൾ വസിഷ്ഠന് കരുത്തു പകർന്നു. ശത്രുവിനെ ജയിക്കാൻ കെൽപ്പുള്ള സൈന്യത്തെ സൃഷ്ടിക്കാൻ കാമധേനുവിനോട് ആവശ്യപ്പെട്ടു. അതു കേട്ടതും ആയിരക്കണക്കിന് സൈനികർ ഭൂമിയിലേക്ക് പിറന്നു വീണു. അവർ വിശ്വാമിത്രൻ്റെ പെരുംപടയുമായി ഏറ്റുമുട്ടി. സ്വന്തം പടയുടെ പരാജയം കണ്ട് വിശ്വാമിത്രൻ തന്നെ യുദ്ധത്തിന് തയ്യാറായി. മഹാപരാക്രമശാലികളായ സൈനികരെ കാമധേനു വീണ്ടും വീണ്ടും സൃഷ്ടിച്ചു. വിശ്വാമിത്രനെ തടുക്കാനായി കാംബോർജന്മാർ, യവനന്മാർ, പഹ്ലവന്മാർ, ഹരിതന്മാർ, നാഗന്മാർ എന്നിവരെയെല്ലാം സൃഷ്ടിച്ചു വിട്ടു. അവർ വിശ്വാമിത്ര സൈന്യത്തെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. കോപം മുഴുത്ത വിശ്വാമിത്രപുത്രൻ വസിഷ്ഠൻ്റെ നേരെ പാഞ്ഞടുത്തു. ഒറ്റ നോട്ടത്തിൽ തന്നെ വസിഷ്ഠൻ അവനെ ഭസ്മമാക്കി. അതുകണ്ട വിശ്വാമിത്രൻ പരാജയം സമ്മതിച്ചു മടങ്ങി. പുത്രനെ രാജ്യഭരണമേൽപ്പിച്ച് വിശ്വാമിത്രൻ തപസ് ചെയ്യുവാൻ ഉറച്ചു. വർഷങ്ങളോളം ഘോര തപസ് അനുഷ്ഠിച്ചു. അവസാനം മഹേശ്വരൻ പ്രത്യക്ഷനായി. ധനുർവേദ ശാസ്ത്രം ആദ്യം തൊട്ടേ തനിക്ക് പറഞ്ഞു തരണമെന്നും ദേവഗന്ധർവന്മാരും ദൈത്യരാക്ഷസന്മാരും യക്ഷന്മാരും മഹർഷികളും മാത്രം അറിയുന്ന ദിവ്യാസ്ത്രങ്ങളൊക്കെയും തനിക്ക് നൽകണമെന്നും വിശ്വാമിത്രൻ മഹേശ്വരനോട് അപേക്ഷിച്ചു. വരലബ്ധിയിൽ ഉത്തേജിതനായ വിശ്വാമിത്രൻ നേരെ ചെന്നത് വസിഷ്ഠാശ്രമത്തിലേക്കാണ്. വിശ്വാമിത്രൻ്റെ കൂരമ്പുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ താപസന്മാർ ഓടി രക്ഷപ്പെട്ടു. കോപിഷ്ഠനായ വസിഷ്ഠൻ വിശ്വാമിത്രനെ തടഞ്ഞു. ക്ഷത്രിയ ബലമാണോ അതോ എൻ്റെ ബ്രഹ്മബലമാണോ വലുതെന്നിപ്പോൾ തന്നെ അറിഞ്ഞുകൊള്ളുക. ഇത്രയും പറഞ്ഞ് വസിഷ്ഠൻ തൻ്റെ കയ്യിലിരുന്ന ദണ്ഡ് ചുഴറ്റിയെറിഞ്ഞു. ആഗ്നേയാസ്ത്രത്താൽ ആ ദണ്ഡിനെ തകർക്കാൻ വിശ്വാമിത്രൻ ശ്രമിച്ചു. പക്ഷേ ആ ദിവ്യാസ്ത്രത്തിന് ദണ്ഡിനെ തടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒന്നിനു പിറകെ ഒന്നൊന്നായി ദിവ്യാസ്ത്രങ്ങൾ തൊടുത്തയച്ചു. അവയ്ക്കൊന്നിനും വസിഷ്ഠദണ്ഡിനെ തടയാനായില്ല. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ബ്രഹ്മാസ്ത്രം തന്നെ വിശ്വാമിത്രൻ തൊടുത്തുവിട്ടു. ആ അസ്ത്രത്തെയും വസിഷ്ഠദണ്ഡ് വിഴുങ്ങി. നോക്കി നിൽക്കും തോറും വസിഷ്ഠൻ്റെ ശരീരം വളർന്നു വലുതായിക്കൊണ്ടിരുന്നു. രോമകൂപങ്ങളിൽ നിന്നും തീപ്പൊരി ചിതറി. ബ്രഹ്മാസ്ത്രം തന്നിലേക്ക് ലയിപ്പിച്ചപ്പോൾ 3 ലോകങ്ങളെയും മോഹിപ്പിക്കുന്ന ആകൃതി വിശേഷമാണ് വസിഷ്ഠമുനിക്കുണ്ടായത്. അത് കണ്ട് ഏവരും ഞെട്ടിവിറച്ചു. മഹർഷിമാർ വസിഷ്ഠനെ ഇങ്ങനെ സ്തുതിച്ചു: ബ്രഹ്മർഷേ, അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് ചിന്തിക്കാനാവില്ല. അങ്ങ് അഗ്നിയെ അഗ്നി കൊണ്ട് തന്നെ കെടുത്തണേ. മുനിമാരുടെ പ്രാർത്ഥന കേട്ട വസിഷ്ഠൻ ശാന്തനായി. വിശ്വാമിത്രൻ പരാജിതനായി തല കുനിച്ചു. ബ്രഹ്മബലമാണ് ഏറ്റവും മഹത്തായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മഹാതപസ്സു ചെയ്ത് ബ്രഹ്മത്വം സമ്പാദിക്കുമെന്ന് വിശ്വാമിത്രൻ പ്രതിജ്ഞയെടുത്തു. അടുത്ത ഭാഗം ത്രിശങ്കു സ്വർഗാരോഹണം. പരാജിതനായ വിശ്വാമിത്രൻ പത്നിയോടൊത്ത് ഘോരമായ തപസ്സു തുടങ്ങി. ഇന്ദ്രിയങ്ങളെ അടക്കി അക്കാലത്ത് അവർക്ക് സത്യധർമ്മചാരികളായ 4 പുത്രന്മാർ ജനിച്ചു. 1000 വർഷം കടന്നുപോയി. വിശ്വാമിത്രൻ്റെ തപസ്സിൽ സന്തുഷ്ടനായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. രാജർഷി സംഘത്തെ തപസ്സുകൊണ്ട് ജയിച്ച വിശ്വാമിത്രൻ രാജർഷിയാകട്ടെ എന്ന് ബ്രഹ്മാവ് വരം നൽകി. ഇത്രകാലം ഉഗ്ര തപസ് ചെയ്തിട്ടും തനിക്ക് ബ്രഹ്മർഷിയാകാൻ കഴിയാത്തതിൽ വിശ്വാമിത്രന് അഗാധമായ ദുഃഖം തോന്നി. അടക്കാനാവാത്ത കോപം അദ്ദേഹത്തിൽ ആളിക്കത്തി. വീണ്ടും തപസ്സു തുടങ്ങി. ആ കാലത്താണ് ഇക്ഷ്വാകു വംശത്തിലെ ത്രിശങ്കു രാജാവിന് ഉടലോടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടായത്. ബ്രഹ്മർഷിയായ വസിഷ്ഠനോട് ത്രിശങ്കു തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് സാധ്യമായ കാര്യമല്ലെന്നാണ് വസിഷ്ഠൻ മറുപടി പറഞ്ഞത്. ത്രിശങ്കു വസിഷ്ഠപുത്രന്മാരെ ചെന്ന് കണ്ട് യാഗം നടത്തുവാൻ അപേക്ഷിച്ചു. അവരും ആ ദൗത്യം ഏറ്റെടുത്തില്ല. ഇത് അഹങ്കാരമാണെന്നവർ പറഞ്ഞു. ത്രിശങ്കുവിൻ്റെ ധിക്കാരം കണ്ട് നീയൊരു ചണ്ടാളനായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു.
ചണ്ഡാലനായ ത്രിശങ്കു വിശ്വാമിത്രനെ അഭയം പ്രാപിച്ചു. വിശ്വാമിത്രൻ യാഗത്തിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ പുത്രന്മാരെ ഏൽപ്പിച്ചു. എല്ലാ മഹർഷിമാരെയും ക്ഷണിക്കണം. ആരെങ്കിലും എതിർത്താൽ തന്നെ ആ വിവരം അറിയിക്കണമെന്ന് അവരോട് പറഞ്ഞു. ഇതറിഞ്ഞ് വസിഷ്ഠനും പുത്രന്മാരും വിശ്വാമിത്രനെ പരിഹസിച്ചു. ചണ്ഡാളന് സ്വർഗത്തിൽ പോകണം, അതിനുവേണ്ട കർമ്മങ്ങൾ ക്ഷത്രിയൻ നടത്തുന്നു. അവർക്കത് വിശ്വസിക്കാനേ ആയില്ല. ഇതറിഞ്ഞ വിശ്വാമിത്രൻ മുനിമാരെ ശപിച്ചു. എന്നെ അപമാനിച്ചവരെല്ലാം 700 ജന്മം നായുടെ മാംസം തിന്നുന്ന മുഷ്ടികരായി പിറക്കട്ടെ. വിശ്വാമിത്രനെ ഭയന്ന് മറ്റു മുനിമാരെല്ലാം യാഗത്തിന് സഹായിക്കാൻ തയ്യാറായി. വേദവിധി അനുസരിച്ച് കർമ്മങ്ങളെല്ലാം നടത്തി. വളരെ സമയം കഴിഞ്ഞ് ദേവന്മാരെ യജ്ഞദാനം സ്വീകരിക്കുവാൻ ആവാഹിച്ചു. എന്നാൽ ദേവന്മാർ അതിന് തയ്യാറായില്ല. ഇതുകണ്ട വിശ്വാമിത്രൻ്റെ ഉള്ളിൽ കോപം ആളിക്കത്തി. മഹാരാജാവേ, ഇതുവരെ ഞാൻ സമ്പാദിച്ച തപസ്സിന് ഫലമുണ്ടെങ്കിൽ അങ്ങ് ഉടലോടെ സ്വർഗത്തിലേക്ക് പോയാലും. മഹാമുനി ഇങ്ങനെ പറഞ്ഞതും മഹാരാജാവ് സ്വർഗത്തിലേക്ക് ഉയർന്നുപോയി. സ്വർഗവാതിൽക്കലെത്തിയ ത്രിശങ്കുവിനെ നീ തലകീഴായി ഭൂമിയിൽ പതിക്കട്ടെ എന്ന് ദേവേന്ദ്രൻ ശപിച്ചു. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ദേവേന്ദ്രനോട് വിലപിച്ച് കൊണ്ട് ത്രിശങ്കു മുകളിലേക്ക് പോയ പോലെ തന്നെ താഴേക്ക് വരുവാൻ തുടങ്ങി. ഇത്രയുമായപ്പോൾ കോപം കൊണ്ട് ജ്വലിച്ച വിശ്വാമിത്രൻ നിൽക്ക് അവിടെ എന്നാജ്ഞാപിച്ചു. അതിരോഷത്തോടെ മറ്റൊരു സ്വർഗം സൃഷ്ടിക്കാൻ തയ്യാറാകുകയും ചെയ്തു. വേറെ ദേവന്മാരെയും മറ്റൊരു ഇന്ദ്രനെ കൂടിയും സൃഷ്ടിക്കുവാൻ തുടങ്ങി. അതിനിടെ നക്ഷത്ര സമൂഹത്തെയും സപ്തർഷികളെയും അദ്ദേഹം സൃഷ്ടിച്ചു. ഇത്രയുമായപ്പോൾ ദേവന്മാർ വിശ്വാമിത്രൻ്റെ അടുക്കൽ ഓടിയെത്തി. ത്രിശങ്കുവിന് ഗുരുശാപം കിട്ടിയിട്ടുള്ളതിനാൽ അവന് സ്വർഗത്തിലെത്താൻ യോഗ്യതയില്ലെന്ന് വാദിച്ചു. എന്നാൽ ത്രിശങ്കുവിനെ സ്വർഗത്തിൽ എത്തിക്കാമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ടെന്നായിരുന്നു വിശ്വാമിത്രൻ. ഞാൻ സൃഷ്ടിച്ച സ്വർഗത്തിൽ ഇവൻ സന്തോഷത്തോടുകൂടി കഴിയട്ടെ. ഈ നക്ഷത്രങ്ങളും സപ്തർഷികളും അനശ്വരമായി നിൽക്കട്ടെ. മഹർഷിയുടെ വാക്കുകേട്ട് ദേവന്മാർ ഇങ്ങനെ പറഞ്ഞു. അങ്ങ് പറയുന്നത് പോലെ സംഭവിക്കട്ടെ. അങ്ങ് സൃഷ്ടിച്ച ഈ ലോകം നിലനിൽക്കട്ടെ. ആ നക്ഷത്രങ്ങളിൽ ഒന്നായി ശംഖു തലകീഴായി നിൽക്കട്ടെ. അങ്ങനെ ത്രിശങ്കു ബ്രഹ്മലോകവാസിയെപ്പോലെ കഴിയും. അപ്പോഴേക്കും വിശ്വാമിത്രൻ ശാന്തനായി. ദേവന്മാരുടെ മധ്യസ്ഥതയ്ക്ക് വിശ്വാമിത്രൻ വഴങ്ങി. ദേവന്മാരെല്ലാം മടങ്ങിപ്പോവുകയും ചെയ്തു. ദക്ഷിണ ദിക്കിലിരുന്ന് തപസ് ചെയ്തപ്പോൾ ഉണ്ടായ ദുഃഖാനുഭവങ്ങൾ വിശ്വാമിത്രന് മറക്കാനായില്ല. അതുകൊണ്ട് പടിഞ്ഞാറേ ദിക്കിലേക്ക് പോയി. അവിടെ പുഷ്കരം എന്ന സ്ഥലത്ത് കായും കനിയും ഭക്ഷിച്ച് കഠിന തപസ് ആരംഭിച്ചു. ആ സമയത്താണ് അയോധ്യയിലെ അംബരീഷ രാജാവ് ഒരു യാഗം ചെയ്യാൻ ആരംഭിച്ചത്. യജ്ഞപശുവിനെ ഇന്ദ്രൻ കട്ടുകൊണ്ടുപോയി. യാഗം മുടങ്ങി. പശുവിനെയോ പകരം ഒരു മനുഷ്യനെയോ കൊണ്ടുവന്ന് യാഗം പൂർത്തിയാക്കാൻ പുരോഹിതന്മാർ ആവശ്യപ്പെട്ടു. എല്ലാ ദേശങ്ങളിലും നടന്ന് പശുവിനെ അന്വേഷിച്ചു. അങ്ങനെ അംബരീഷൻ ഭൃഗുതുണ്ടയിലെത്തി. അവിടെ തപസ് ചെയ്തിരുന്ന ഋചീകൻ എന്ന മുനിയോട് യജ്ഞപശുവാകുവാൻ തനിക്കൊരു ഉണ്ണിയെ തരണമെന്നാവശ്യപ്പെട്ടു. തൻ്റെ സീമന്തപുത്രനെ വിൽക്കുവാൻ ഋചീകൻ തയ്യാറായില്ല. മുനിപത്നിയാകട്ടെ ഇളയവനെ നൽകുവാനും ഒരുക്കമല്ല. അച്ഛന്മാർക്ക് ആദ്യ സന്താനത്തിലും അമ്മമാർക്ക് ഇളയ കുട്ടിയിലും വാത്സല്യം തോന്നുക സാധാരണമാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് തൻ്റെ ഇളയ മകനെ ഞാൻ വിട്ടുതരില്ല. ഇതു കേട്ടുനിന്ന നടുവിലത്തെ മകൻ ഇങ്ങനെ പറഞ്ഞു. രാജാവേ, ജ്യേഷ്ഠനെ വിൽക്കുകയില്ലെന്ന് അച്ഛനും അനുജനെ തരുകയില്ലെന്ന് അമ്മയും പറഞ്ഞു. അവർ നടുവിലുള്ള മകനെ വിറ്റുകഴിഞ്ഞു. 100,000 പശുക്കളെ കൊടുത്ത് നടുവിലത്തെ മകൻ ശുനശേഫനെയും കൊണ്ട് അംബരീഷൻ മടങ്ങി. യാത്രക്കിടയിൽ അംബരീഷൻ പുഷ്കരത്തിലെത്തി അല്പനേരം വിശ്രമിച്ചു. ഇതിനിടയിൽ ശുനശേഫൻ വിശ്വാമിത്രനെ കണ്ട് വിലപിച്ചു. തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ രാജാവിൻ്റെ യജ്ഞത്തിന് തടസ്സമുണ്ടാവുകയും അരുത്. സ്വന്തം ജീവൻ കൊടുത്തും ശുനശേഫനെ രക്ഷിക്കാൻ വിശ്വാമിത്രൻ
തൻ്റെ പുത്രന്മാരോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതു കേട്ട് പൊട്ടിച്ചിരിക്കുകയാണവർ ചെയ്തത്. വിശ്വാമിത്രന് അപമാനവും കോപവും തോന്നി. വസിഷ്ഠപുത്രന്മാർ പിറന്ന ജാതിയിൽ തന്നെ നിങ്ങളും പിറക്കട്ടെ എന്ന് തൻ്റെ പുത്രന്മാരെ ശപിക്കുകയും ചെയ്തു. പിന്നെ ശാന്തനായി ശുനശേവനോട് ആശ്വാസവാക്കുകൾ പറഞ്ഞു. നിനക്ക് ഞാൻ രക്ഷ ചെയ്യാം. ദർഭപുല്ലിൽ കോർത്ത ചുവന്ന പുഷ്പമാലകൾ അണിഞ്ഞ് വിഷ്ണുരൂപത്തിന് മുമ്പിലെത്തുമ്പോൾ നീ അഗ്നിയെ സ്തുതിക്കണം. അതിനുള്ള മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിനക്ക് മോചനം ലഭിക്കുകയും ചെയ്യും. അംബരീഷ രാജാവിനോടൊപ്പം ശുനശേഫൻ യജ്ഞശാലയിലെത്തി. അവനെ പശുവായി കണക്കാക്കി യൂപത്തിൽ കെട്ടിയിട്ടു. ദിവ്യമന്ത്രത്തിൻ്റെ ശക്തിയിൽ ദേവന്മാർ ശുനശേഫനിൽ പ്രീതിയുള്ളവരായി. അവർ അവന് ദീർഘായുസ് നൽകി. അംബരീഷന് യാഗബലം അനേകം ഇരട്ടി കിട്ടുകയും ചെയ്തു. തുടർന്ന് 1000 വർഷം കൂടി വിശ്വാമിത്രൻ തപസ്സു ചെയ്തു. അടുത്ത ഭാഗം മഹർഷി പദപ്രാപ്തിയും മേനകാ സഹവാസവും. 1000 വർഷത്തെ തപസ് കഴിഞ്ഞു ദേവന്മാർ സംപ്രീതരായി വിശ്വാമിത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷരായി. സൽക്കർമ്മങ്ങളുടെ ഫലമായി മഹർഷി പദം ലഭിച്ചിരുന്നുവെന്നവർ വിശ്വാമിത്രനോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം അതുകൊണ്ട് മാത്രം തൃപ്തനായില്ല. കഠിന തപസ് വീണ്ടും തുടർന്നു. ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം അപ്സരസുന്ദരിയായ മേനക സ്നാനത്തിനായി പുഷ്കരത്തിലെത്തി. യാദൃശ്ചികമായി പൊയ്കയിലെത്തിയ മഹർഷി ലാവണ്യവതിയായ മേനകയെ കാണുവാൻ ഇടയായി. കണ്ട മാത്രയിൽ തന്നെ അവളിൽ അടങ്ങാത്ത പ്രേമമുദിക്കുകയും ചെയ്തു. മഹർഷി മേനകയെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച് മേനക ആശ്രമത്തിൽ താമസവും തുടങ്ങി. ക്രമേണ തപസ്സിൻ്റെ നിയമങ്ങൾ മുടങ്ങി. 10 വർഷം കടന്നുപോയത് തന്നെ മഹർഷി അറിഞ്ഞില്ല. കാലം ഇത്രയും താൻ അറിയാതെ കടന്നുപോയത് മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് കബളിപ്പിക്കപ്പെട്ട വിവരം മഹർഷിക്ക് ബോധ്യമായത്. എൻ്റെ തപസ് തടസ്സപ്പെടുത്തുവാൻ ദേവന്മാർ കണ്ടുപിടിച്ച മാർഗമാണിതെല്ലാം. കാമദേവൻ്റെ ലീലയാൽ എൻ്റെ തപോ നിയമങ്ങൾ കൂടി മുടങ്ങി. വിശ്വാമിത്രൻ പശ്ചാത്തപിച്ചു. വീർപ്പുമുട്ടുന്ന മുനിവര്യൻ്റെ മുന്നിൽ മേനക പേടിച്ചരണ്ടു നിന്നു. പക്ഷേ മഹർഷി അവളെ സാന്ത്വനിപ്പിച്ച് മടക്കി അയച്ചു. വീണ്ടും ഘോര തപസ് ആരംഭിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ഋഷിമുഖ്യനാക്കിയിരിക്കുന്നു എന്ന വരം നൽകി അനുഗ്രഹിച്ചു. യജ്ഞശാലിയായ വിശ്വാമിത്രൻ അതുകൊണ്ടും തൃപ്തനായില്ല. താൻ ബ്രഹ്മർഷി പദത്തിനായാണ് തപസ്സനുഷ്ഠിക്കുന്നതെന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. പക്ഷെ അതിനുള്ള സമയം എത്തിയിട്ടില്ലെന്നായിരുന്നു വിധാതാവിൻ്റെ അപ്പോഴത്തെ മറുപടി. എന്ത് ത്യാഗം സഹിച്ചും ലക്ഷ്യം നേടുമെന്ന് മഹർഷി പ്രതിജ്ഞയെടുത്തു. വെയിലും മഞ്ഞും മഴയും കണക്കാക്കാതെ മഹർഷി തപസ്സു തുടങ്ങി. വിശ്വാമിത്രനെ എങ്ങനെയും തടയണമെന്ന് തീരുമാനിച്ച ദേവേന്ദ്രൻ തപസ് മുടക്കുവാൻ രംഭയെ നിയോഗിച്ചു. ഭയപ്പെടേണ്ടതില്ലെന്നും താനും കാമനും കൂടെയുണ്ടാവുമെന്നും ഇന്ദ്രൻ രംഭയ്ക്ക് ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു. രംഭ ആശ്രമ സമീപത്തെത്തിയപ്പോഴേ വസന്തത്തിൻ്റെ കേളികൾ ആരംഭിച്ചു. പ്രശാന്തമായ അന്തരീക്ഷം, പൂത്തുലഞ്ഞു നിൽക്കുന്ന മാമരങ്ങൾ, കുയിലിൻ്റെ മനോഹര കൂജനം, സുന്ദരിയായ രംഭയുടെ സാന്നിധ്യം വിശ്വാമിത്രനെ ചഞ്ചലഹൃദയനാക്കി. എങ്കിലും ഇത് ദേവന്മാരുടെ ചതിയാണെന്ന് വിശ്വാമിത്രൻ മനസ്സിലാക്കി. ചതിക്കാൻ വന്ന രംഭ കരിമ്പാറയായി തീരട്ടെ എന്ന് കോപത്തോടെ ശപിക്കുകയും ചെയ്തു. കാമനും ദേവേന്ദ്രനും മഹർഷിയുടെ കണ്ണിൽപ്പെടാതെ ജീവനും കൊണ്ട് ഓടി. കോപം വന്നതോടെ തപശക്തി നശിച്ചത് വിശ്വാമിത്രൻ അറിഞ്ഞു. തീവ്ര ദുഃഖത്തിലാണ്ടു. ശ്വാസം പോലും കഴിക്കാതെ ഉഗ്ര തപസ്സനുഷ്ഠിക്കാൻ ആ താപസൻ ഉറച്ചു. പിന്നീട് കിഴക്കേ ദിക്കിലേക്ക് പോയി കഠിന തപസ്സു തുടങ്ങി. മഹാമൗനത്തോടെ ആഹാര നീഹാരാദികൾ ഉപേക്ഷിച്ച് മരം പോലെ നിന്ന് അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു. ശ്വാസം നിയന്ത്രിച്ചുള്ള തപസ്സുകൂടിയായപ്പോൾ വിശ്വാമിത്രൻ്റെ ശിരസിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറി.
അതുകണ്ട് ക്ഷമകെട്ട ദേവന്മാർ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് സങ്കടമുണർത്തിച്ചു. അതിസൂക്ഷ്മമായി നോക്കിയിട്ടും മഹർഷിയിൽ പാപമൊന്നും കാണുന്നില്ല. പലതരത്തിൽ തപസ് മുടക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ കഴിയുന്നില്ല. അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി എങ്ങനെയും തപസ്സു നിർത്തണം. ദേവനാകാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുക്കൂ. ബ്രഹ്മാവ് ദേവന്മാരുമായി മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷനായി. അങ്ങ് ഇന്നു മുതൽ ബ്രഹ്മർഷിയായിരിക്കുന്നു. ഈ ഘോര തപസ് നിർത്തിയാലും ഭഗവാൻ ക്ഷത്രവേദത്തിലും ബ്രഹ്മവേദത്തിലും ജ്ഞാനിയായ വസിഷ്ഠൻ എന്നെ അംഗീകരിക്കണം. അത് എൻ്റെ ആഗ്രഹമാണ്. ദേവന്മാരുടെ അപേക്ഷ മാനിച്ച് വസിഷ്ഠൻ വിശ്വാമിത്രനെ ബ്രഹ്മർഷിയായി അംഗീകരിച്ചു. വിശ്വാമിത്ര ബ്രഹ്മർഷിയുമായി വസിഷ്ഠൻ സഖ്യം ചേരുകയും ചെയ്തു. ദേവന്മാർ വിണ്ണിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെയാണ് വിശ്വാമിത്രന് ബ്രഹ്മർഷി പദം ലഭിക്കുന്നത്. ഗൗതമ മുനിയുടെ പുത്രനായ ശതാനീകൻ രാമലക്ഷ്മണന്മാരോട് വിശ്വാമിത്ര ചരിത്രം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ജനകൻ വിശ്വാമിത്രനെ വാഴ്ത്തി. സന്ധ്യാകർമ്മത്തിനുള്ള നേരവുമായി. മഹർഷിയുടെ അനുവാദം വാങ്ങി രാജാവ് മടങ്ങിപ്പോയി. മഹർഷിയും ശിഷ്യന്മാരും യജ്ഞശാലയിലെ പാർപ്പിടത്തിലേക്ക് പോയി. അടുത്ത ഭാഗം ധനുർഭഞ്ജനം. അടുത്ത പ്രഭാതത്തിൽ ജനകൻ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രനോടൊപ്പം അരമനയിലേക്ക് ക്ഷണിച്ചു വരുത്തി വിധിപ്രകാരം പൂജിച്ചു. രാജകുമാരന്മാരെ പള്ളിവില്ലു കാണിക്കാൻ അവസരമുണ്ടാക്കണമെന്ന് മഹർഷി രാജാവിനോട് അഭ്യർത്ഥിച്ചു. ഈ സമയം തനിക്ക് വില്ല് ലഭിച്ച കഥ ജനകൻ പറഞ്ഞു. ദക്ഷയാഗ കാലത്ത് യജ്ഞഭാഗം നൽകാത്തതിൽ പരമശിവൻ കുപിതനായി മഹേശ്വരൻ ദേവന്മാർക്ക് നേരെ വില്ലു കുലച്ചു. ഭയന്നു വിറച്ച ദേവന്മാർ ദേവനെ സ്തുതിച്ച് ശാന്തനാക്കി. ശിവൻ താൻ കുലച്ച വില്ല് ദേവന്മാർക്ക് സമ്മാനിച്ചു. ആ വില്ല് പിന്നീട് എൻ്റെ പൂർവികന്മാർക്ക് കിട്ടി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശ്രേഷ്ഠമായ യജ്ഞം അവസാനിപ്പിച്ച ശേഷം യജ്ഞഭൂമി ഉഴുതുമറിക്കുകയായിരുന്നു. അപ്പോൾ ദിവ്യ തേജസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ചേറിൽ നിന്ന് ലഭിച്ചു. അവളെ സീത എന്ന് വിളിച്ച് സ്വന്തം പുത്രിയായി വളർത്തി. അവൾ വളർന്നപ്പോൾ അനേകം കുമാരന്മാർ വിവാഹം കഴിക്കാനായി മുന്നോട്ട് വന്നു. ഈ പള്ളിവില്ല് കുലയ്ക്കുന്നവന് ഇവളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ആരും ആ വില്ല് ഉയർത്തുക പോലും ചെയ്തിട്ടില്ല. അപമാനിച്ചതാണെന്ന് കരുതി രാജാക്കന്മാർ ഒന്നിച്ച് മിഥിലാപുരി വളഞ്ഞു. 1 വർഷം അവരുടെ ഉപരോധം നീണ്ടുനിന്നു. മിഥിലയിൽ ഭക്ഷണം പോലും ഇല്ലാതെയായി. അപ്പോൾ ശത്രുക്കളെ ജയിക്കാനായി ഞാൻ തപസ്സു ചെയ്തു. ദേവന്മാർ എനിക്ക് ശക്തമായ ചതുരംഗ സേന നൽകി സഹായിച്ചു. അതോടെ ഞാൻ ശത്രുക്കളെ തുരത്തി ഓടിച്ചു. കുമാരന്മാർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വില്ലുടനെ ഇവിടെ വരുത്താം. രാമൻ വില്ലു കുലച്ചാൽ സംശയിക്കാതെ സീതയെ വിവാഹം ചെയ്തു തരാം. ജനക മഹാരാജാവ് വില്ല് കൊണ്ടുവരുവാൻ കൽപ്പന കൊടുത്തു. 5000 ആളുകൾ ചേർന്ന് പള്ളിവില്ല് സൂക്ഷിച്ചിരുന്ന രഥം ഉന്തിക്കൊണ്ടുവന്നു. വിശ്വാമിത്രൻ രാമനെ വില്ല് കാണുവാൻ ക്ഷണിച്ചു. രാമൻ പെട്ടി തുറന്ന് വില്ല് നോക്കി. ഞാൻ വില്ല് കുലയ്ക്കുവാൻ ഒന്ന് ശ്രമിച്ചോട്ടെ? മഹർഷിയും ജനകരാജാവും അതിന് അനുമതി നൽകി. അനേകം പേർ വായും പൊളിച്ച് നിൽക്കെ രാമൻ നിഷ്പ്രയാസം വില്ല് പേടകത്തിന് പുറത്തേക്കെടുത്തു.
പിന്നെയെല്ലാം വളരെ പെട്ടെന്നാണ് നടന്നത്. കുമാരൻ ചാപമെടുത്തതും വളച്ചതും ഞാൻ കെട്ടിയതും എല്ലാം ഒരു നിമിഷത്തിനുള്ളിൽ നടന്നു. ആ കരുത്ത് താങ്ങാനാവാതെ വില്ല് രണ്ടായി ഒടിഞ്ഞുപോയി. അപ്പോൾ ഭൂമിയാകെ ചലിച്ചു. കാണികൾ നടുങ്ങി. ജനകന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. മഹർഷേ, രാമൻ മഹാപരാക്രമിയാണ്. എൻ്റെ പുത്രിക്ക് രാമനെ ഭർത്താവായി ലഭിക്കുന്നതായാൽ ഈ കുലം കൂടി പുകഴ്പ്പെടും. ജനക മഹാരാജാവ് ദശരഥനെ വിവരമറിയിക്കുവാൻ മന്ത്രിമാരെ പറഞ്ഞയച്ചു. അവർ 3 ദിവസം കൊണ്ട് അയോധ്യയിലെത്തി വിശേഷങ്ങൾ പറഞ്ഞു. സന്തുഷ്ടനായ ദശരഥ മഹാരാജാവ് വസിഷ്ഠനോടും മന്ത്രിമാരോടും ഒപ്പം മിഥിലയിലെത്തി. ദശരഥനെ രാജോചിതമായി സൽക്കരിച്ച ജനകൻ തൻ്റെ മകളുടെ വിവാഹം നടത്തിത്തരണമെന്ന് അപേക്ഷിച്ചു. ദശരഥൻ സന്തോഷത്തോടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. ഇതിനകം ജനകൻ തൻ്റെ സഹോദരൻ കുശധ്വജനെ ആളയച്ചു വരുത്തി. അടുത്ത ദിവസം ജനകനെയും പരിവാരങ്ങളെയും രാജസദസ്സിലേക്ക് ആനയിച്ചു. സദസ്സിൽ വെച്ച് വസിഷ്ഠ മഹർഷി ദശരഥൻ്റെ വംശചരിത്രം പറഞ്ഞു തുടങ്ങി. ബ്രഹ്മാവ് ശാശ്വതനാണ്. ദേവൻ്റെ പുത്രനാണ് മരീചി. അദ്ദേഹത്തിൻ്റെ സുതൻ കശ്യപൻ. കശ്യപൻ്റെ പുത്രനായ വിവസ്വാനാണ് മനുവിൻ്റെ പിതാവ്. അയോധ്യയിലെ ആദ്യ രാജാവായ മനുവിൻ്റെ മകനായ ഇക്ഷ്വാകുവാണ് വംശസ്ഥാപകൻ. തുടർന്ന് കുക്ഷിയും മകൻ വികുക്ഷിയും രാജ്യം ഭരിച്ചു. തേജസ്വിയായ ബാണൻ വികുക്ഷിയുടെ പുത്രനാണ്. ബാണൻ്റെ മകൻ അനരണ്യനും അനരണ്യൻ്റെ മകൻ പൃഥുവും പൃഥുവിൻ്റെ മകൻ ത്രിശങ്കുവും രാജ്യം ഭരിച്ചു. പിന്നീട് യുവനാശ്വനും മന്ദാതാവും സുസന്ധിയും ഭരണം നടത്തി. സുസന്ധിക്ക് ധ്രുവസന്ധി, പ്രസേനജിത്ത് എന്നീ 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ധ്രുവസന്ധിയുടെ മകനാണ് പേരെടുത്ത ഭരതപുത്രൻ അസിതൻ. അസിതൻ ശത്രുക്കളോട് തോറ്റ് ഹിമാലയത്തിലേക്ക് പോയി. അധികം കഴിയാതെ അദ്ദേഹം ദിവംഗതനായി. ഭാര്യമാർ 2 പേരും ആ സമയം ഗർഭിണികളായിരുന്നു. സന്താനനാശത്തിനായി ഒരുവൾ മറ്റവൾക്ക് കൊടിയ വിഷം നൽകി. വിഷം ബാധിച്ച് അവശയായ രാജപത്നി ച്യവന മഹർഷിയുടെ അരികിലെത്തി. മഹർഷി അവളെ അനുഗ്രഹിച്ചു. രാജപുത്രി, വീരനായ പുത്രൻ നിനക്ക് ജനിക്കും. അവനോടൊപ്പം വിഷവും ഉണ്ടാകും. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ആ പതിവ്രത ഒരു അത്ഭുത ശിശുവിന് ജന്മം നൽകി. ഗര അല്ലെങ്കിൽ വിഷത്തോടുകൂടിയ ജനിച്ച അവന് സഗരൻ എന്ന പേർ ലഭിച്ചു. സഗരനിൽ നിന്ന് അസമജ്ഞനും അസമജ്ഞനിൽ നിന്ന് അംശുമാനും ജനിച്ചു. തുടർന്ന് ദിലീപനും ഭഗീരഥനും കാകുൽസ്ഥനും രാജ്യം ഭരിച്ചു. കാകുൽസ്ഥൻ്റെ മകനാണ് വംശനായകനായ രഘു. രഘുവിൻ്റെ പുത്രനാണ് നരഭോജിയായ കൽമഷപാതൻ. തുടർന്ന് വംശം ഭരിച്ചവൻ ശരവണൻ, സുദർശനൻ, അഗ്നിവർണ്ണൻ, ശീക്രഘൻ, മന്ദൻ, പ്രശുശുശ്രുകൻ, അംബരീഷൻ, നഹുഷൻ, നാഭകൻ, അജൻ എന്നിവരാണ്. ഇങ്ങനെ കീർത്തിമാന്മാരായിരുന്നു ദശരഥൻ്റെ മുൻഗാമികൾ. വസിഷ്ഠൻ വംശചരിത്രം പറഞ്ഞു കഴിഞ്ഞ് ജനകരാജാവും സ്വവംശചരിത്രം വിശദമാക്കി. പൂർവപിതാവ് നിമിയാണ്. മിഥിലയാണ് മിഥിലാപുരി നിർമ്മിച്ചത്. ശേഷം രാജ്യഭാരം നടത്തിയവരുടെ കഥയും ജനകൻ പറഞ്ഞു. ഏറ്റവും ഒടുവിലായി തൻ്റെ പിതാവായ ഹ്രസ്വരോമാവിനെ കുറിച്ചും പറഞ്ഞു. ജനകൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് സീത മോഹിയായി വന്ന സാംകാശ്യ രാജാവ് സുതാജ്വനെ വധിച്ച് സഹോദരനായ കുശധ്വജനെ സാംകാശ്യപുരത്തെ രാജാവായി വാഴിച്ചു. അങ്ങയുടെ വീരപുത്രന്മാരായ രാമനും ലക്ഷ്മണനും എൻ്റെ പ്രിയപുത്രിമാരായ സീതയെയും ഊർമിളയെയും വിവാഹം ചെയ്തു കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ജനകൻ്റെ അഭ്യർത്ഥന കേട്ട് വിശ്വാമിത്രൻ ഒന്നുകൂടി ആവശ്യപ്പെട്ടു. മഹാരാജാവേ,
രാമലക്ഷ്മണന്മാർക്ക് സീതയെയും ഊർമിളയെയും വിവാഹം കഴിക്കുന്നതിൽ സന്തോഷമേയുള്ളൂ. ആ വിവാഹത്തിനൊപ്പം ഭരതശത്രുഘ്നന്മാരുടെ വിവാഹവും നടക്കണമെന്ന ആഗ്രഹമുണ്ട്. അങ്ങയുടെ സഹോദരനായ കുശധ്വജന്റെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ അതിശ്രേയസ്കരം തന്നെയാണ്. അങ്ങനെ 4 പേരുടെ വിവാഹം ഒരു ദിവസം തന്നെ നടത്താൻ ജനകൻ തീരുമാനിച്ചു. 3 ദിവസം കഴിഞ്ഞാൽ ഉത്രം നാളാണ് വിവാഹത്തിന് ഏറ്റവും പറ്റിയ ദിവസം. ദശരഥ മഹാരാജാവ് ബ്രാഹ്മണർക്ക് ദാനധർമാദികൾ നടത്തി. പിറ്റേന്ന് പ്രഭാതത്തിൽ കേകേയ പുത്രനായ യുധാജിത്തും അവിടെ എത്തിച്ചേർന്നു. ഭരതന്റെ മാതുലനാണ് യുധാജിത്ത്. ഉണ്ണികളുടെ വിവാഹം കാണാൻ കഴിഞ്ഞതിൽ യുധാജിത്ത് സന്തോഷിച്ചു. വിവാഹ കാപ്പുകെട്ടി പുത്രന്മാരോടൊപ്പം ദശരഥൻ വിവാഹവേദിയിലേക്ക് കടന്നു. വസിഷ്ഠൻ വിവാഹകർമ്മങ്ങൾ നടത്തി. വിശ്വാമിത്രനെ മുൻനിർത്തി അഗ്നി ജ്വലിപ്പിച്ച് ഹോമാദികൾ ആരംഭിച്ചു. ഹംസചിത്രം തുന്നിപ്പിടിപ്പിച്ച മഞ്ഞപ്പട്ട് ഉടുത്ത് ചുവന്ന ഉത്തരീയവും ഇട്ട് തേജസ്സാർന്ന സീതാദേവിയെ താമരപ്പൂവില്ലാതെ ഭൂമിയിൽ പതിച്ച ലക്ഷ്മി ദേവിയാണോ എന്ന് തോന്നിച്ചു. കറുത്ത് ഇടതൂർന്ന മുടി, ഇടിമിന്നൽ പോലെ പ്രകാശമാനമായ ശരീരം, നീണ്ടതും വികസിച്ചതുമായ കണ്ണുകൾ ദേവിയെ അഗ്നിവേദിയുടെ അടുത്ത് ശ്രീരാമൻ്റെ മുന്നിൽ നിർത്തി. പിന്നീട് കുമാരനോട് ജനകൻ പറഞ്ഞു, എൻ്റെ മകൾ സീത അങ്ങയുടെ സഹധർമ്മിണിയാകട്ടെ. ഇവളെ കൈപിടിച്ച് സ്വീകരിക്കൂ. ഇവൾ അങ്ങയെ നിഴൽ പോലെ പിന്തുടരും. ദേവന്മാരും ഋഷിമാരും വധൂവരന്മാർക്ക് മംഗളം നേർന്നു. ദേവദുന്ദുഭി മുഴങ്ങി. പുഷ്പവൃഷ്ടിയുമുണ്ടായി. തുടർന്ന് ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും ആചാരപ്രകാരം ഏൽപ്പിച്ചു. 4 കുമാരന്മാരും കന്യകകളുടെ കരം പിടിച്ച് ഗുരുജനങ്ങളെ വന്ദിച്ച് അഗ്നിക്കും മറ്റു ദേവന്മാർക്കും വലം വെച്ചു. അടുത്ത ഭാഗം പരശുരാമ സമാഗമം. പിറ്റേന്നു രാവിലെ ബ്രഹ്മർഷി വിശ്വാമിത്രൻ എല്ലാവരോടും യാത്ര പറഞ്ഞു. പിരിഞ്ഞു പോകും മുമ്പ് രാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ചു. അദ്ദേഹം ഉത്തരദിക്കിലേക്ക് യാത്രയായി. ദശരഥൻ ജനകനോട് യാത്ര പറഞ്ഞ് പുത്രന്മാരോടും പുത്രവധുക്കളോടും കൂടെ അയോധ്യയിലേക്ക് മടങ്ങി. രാജർഷി വളരെ ദൂരം അവരെ അനുഗമിച്ചു. സ്ത്രീധനമായി അളവറ്റ ധനവും ചതുരംഗ സൈന്യങ്ങളും ജനകൻ നൽകി. എന്നാൽ യാത്രക്കിടെ പല ദുർനിമിത്തങ്ങളും കാണാൻ തുടങ്ങി. ദശരഥ മഹാരാജാവ് അസ്വസ്ഥനായി. പക്ഷികൾ ഭയന്ന് ചിലച്ചുകൊണ്ടിരുന്നു. എന്നാൽ മൃഗങ്ങൾ അങ്ങുമിങ്ങും മേയുന്നുണ്ട്. ഇത് കണ്ട വസിഷ്ഠൻ രാജാവിനെ ആശ്വസിപ്പിച്ചു. ഇതിനകം പ്രകൃതിയാകെ മാറി. ഒരു കൊടുങ്കാറ്റ് രൂപം കൊണ്ടു. മരങ്ങൾ കടപുഴകി വീണു. ദിക്കുകൾ തെളിയാതെയായി. സൈന്യം മുഴുവൻ ബോധരഹിതരാവുകയും ചെയ്തു. പ്രകാശം അല്പമൊന്ന് കിട്ടിയപ്പോൾ ക്രോധാഗ്നിയുമായി വില്ലുകുലച്ചു നിൽക്കുന്ന ഭാർഗവരാമനെയാണവർ മുന്നിൽ കണ്ടത്. ക്ഷത്രിയകുലം മുച്ചൂടും നശിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്ത് ജമദഗ്നിപുത്രൻ ചുമലിൽ മഴവില്ല് പോലത്തെ ചാപവും ഏന്തിക്കൊണ്ട് ആളിക്കത്തുന്ന അഗ്നിയെപ്പോലെ പ്രത്യക്ഷനായി. മുനിമാർ രാമരാമ എന്ന് വിളിച്ച് പരശുരാമനെ പൂജിച്ചാദരിച്ചു. പൂജകൾ സ്വീകരിച്ച പരശുരാമൻ രാമനോട് പറഞ്ഞു, ദശരഥപുത്രനായ രാമ, നിന്റെ വീരകൃത്യങ്ങൾ ഞാൻ അറിഞ്ഞു. ശൈവചാപം നീ ഒടിച്ചു. ഇതാ മറ്റൊരു ചാപം. ജമദഗ്നിപുത്രൻ്റെ ചാപമാണിത്. ഇത് കുലച്ചാൽ നീ വീരനാണെന്ന് ഞാൻ പറയാം. തുടർന്ന് നമുക്ക് ദ്വന്ദ്വയുദ്ധം ചെയ്യാം. ഇതു കേട്ട ദശരഥ മഹാരാജാവ് ദുഃഖിതനായി. തൻ്റെ പുത്രന്മാരെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. മഹാരാജാവിൻ്റെ അപേക്ഷയെ കണക്കാക്കാതെ രാമനോട് തുടർന്നു, ശക്തിയും ഉറപ്പുമുള്ള 2 വില്ലുകളാണുള്ളത്. ഒന്ന് ശൈവചാപം, അത് നീ ഒടിച്ചു. മറ്റേത് വൈഷ്ണവചാപം,
രണ്ടും വിശ്വകർമാവ് നിർമ്മിച്ചതാണ്. മഹാവിഷ്ണുവിന് കൊടുത്ത വില്ലാണിത്. പണ്ടൊരിക്കൽ ദേവന്മാർക്കൊരു സംശയം, പരമശിവനോ മഹാവിഷ്ണുവോ ആരാണ് കൂടുതൽ കരുത്തൻ? അവർ ബ്രഹ്മാവിനെ സമീപിച്ച് നിജസ്ഥിതി ആരാഞ്ഞു. നാൻമുഖൻ മഹാവിഷ്ണുവിലും പരമശിവനിലും പരസ്പരം ശത്രുത ഉണ്ടാക്കി പോരടിപ്പിക്കാൻ തുടങ്ങി. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ശൈവചാപം പെട്ടെന്ന് നിഷ്ക്രിയമായി. ദേവന്മാർ ഇടപെട്ട് ഇരുവരെയും സമാധാനിപ്പിച്ചു. മഹേശ്വരനാകട്ടെ തൻ്റെ ചാപം വിദേഹ രാജർഷിയായ ദേവരാതനെ ഏൽപ്പിച്ചു. വിഷ്ണുദേവൻ തൻ്റെ വില്ല് ഋചികന് നൽകി. ഋചികൻ അത് എൻ്റെ പിതാവായ ജമദഗ്നി മഹർഷിക്കാണ് നൽകിയത്. പിതാവ് ജമദഗ്നി ധ്യാനത്തിലിരിക്കുമ്പോൾ കാർത്താവീര്യാർജുനൻ അദ്ദേഹത്തെ വധിച്ചു. പിതൃവധം അറിഞ്ഞ ഞാൻ അനേകം തവണ ലോകം ചുറ്റി ക്ഷത്രിയ രാജാക്കന്മാരെ സംഹരിച്ചു. യജ്ഞാവസാനം എല്ലാം കശ്യപന് ദാനം ചെയ്തിട്ട് മഹേന്ദ്രഗിരിയിൽ പോയി തപസ്സനുഷ്ഠിച്ചു. അതിനിടെയാണ് നീ ശൈവചാപം കുലച്ചത് അറിഞ്ഞത്. ഈ വില്ലും കൂടി കുലച്ച് നീ ക്ഷത്രിയധർമ്മം ചെയ്യൂ. അതിന് രാമൻ ഉചിതമായ മറുപടി നൽകി. ഭൃഗുനന്ദന, അങ്ങയുടെ കൃത്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവ നല്ലതു തന്നെ. ബ്രാഹ്മണനായ അവിടുന്ന് പ്രതികാരം ചെയ്തു. അങ്ങ് എനിക്ക് പൂജ്യനാണ്. പക്ഷേ എന്നെ നിർവീര്യനെന്ന് കരുതരുത്. എന്നാൽ ഞാൻ ബഹുമാനിക്കുന്ന അങ്ങയ്ക്കു നേരെ അമ്പു തൊടുക്കുവാൻ എനിക്കാവില്ല. അങ്ങയുടെ ധർമ്മസഞ്ചാരത്തെയോ പുണ്യത്തെയോ അതിലേതെങ്കിലും ഒന്നിനെ ഈ വൈഷ്ണവ ശരം നശിപ്പിക്കും. ആ രംഗം കാണാൻ ദേവന്മാരും ഋഷിമാരും വന്നു. നിമിഷങ്ങൾക്കകം രാമൻ്റെ മുന്നിൽ തേജസ്സറ്റ് ഭൃഗുരാമൻ നിന്നു. പരശുരാമൻ മെല്ലെ പറഞ്ഞു, രാമ, അങ്ങയുടെ മഹത്വം ഞാൻ അറിഞ്ഞു. ത്രിഭുവനവും ജയിച്ച അങ്ങയോട് പരാജയപ്പെട്ടതിൽ എനിക്ക് ദുഃഖമില്ല. എൻ്റെ തപോബലത്താൽ ലഭിച്ച പുണ്യലോകത്തിന് നേരെ അമ്പു തൊടുത്താലും ഞാൻ മഹേന്ദ്രപുരിയിലേക്ക് മടങ്ങിക്കൊള്ളാം. രാമൻ അമ്പു തൊടുത്തുവിട്ടു. പരശുരാമൻ രാമനെ വലം വെച്ച് വണങ്ങി. പിന്നെ മടങ്ങിപ്പോയി. പെട്ടെന്ന് അന്തരീക്ഷം പ്രകാശം കൊണ്ട് നിറഞ്ഞു. പരശുരാമൻ പോയ ശേഷം വൈഷ്ണവചാപം രാമൻ വരുണദേവന് നൽകി. രാമൻ ഋഷിമാരെ വന്ദിച്ച് ദുഃഖിതനായി നിൽക്കുന്ന പിതാവിൻ്റെ സമീപത്തെത്തി. പിതാവേ, ഭാർഗവരാമൻ പോയിക്കഴിഞ്ഞു. നമുക്ക് അയോധ്യയിലേക്ക് മടങ്ങാം. ദശരഥൻ കൺതുറന്ന് മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. പിന്നെ അവർ അയോധ്യയിലേക്ക് നടകൊണ്ടു. ബ്രാഹ്മണരും പൗരന്മാരും ചേർന്ന് രാജ്യാതിർത്തിയിൽ നിന്ന് മഹാരാജാവിനെയും പുത്രന്മാരെയും സ്വീകരിച്ച് അയോധ്യയിലേക്ക് ആനയിച്ചു. രാജമാതാക്കൾ പുത്രവധുക്കളെ ആശ്ലേഷിച്ച് ശുശ്രൂഷിച്ചു. അവർ സന്തോഷിച്ച് അരമനയിൽ താമസം തുടങ്ങി. കുറേ ദിവസങ്ങൾക്കു ശേഷം ഭരതനെയും ശത്രുഘ്നെയും യുധാജിത്ത് കേകേയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അനുജനുമൊന്നിച്ച് എത്തിയ ഭരതകുമാരനെ കേകേയ രാജാവ് സന്തോഷത്തോടെ സ്വീകരിച്ചു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. രാമലക്ഷ്മണന്മാരാകട്ടെ ഇന്ദ്രതുല്യനായ പിതാവിനെ ശുശ്രൂഷിച്ചും ആജ്ഞയനുസരിച്ച് പൗരകാര്യങ്ങൾ നോക്കിയും വാണു. ശ്രീരാമചന്ദ്രൻ്റെ യശസ് നാടെങ്ങും പരന്നു. ജനകരാജർഷിയുടെ പുത്രി സീതാദേവിയാകട്ടെ മഹാലക്ഷ്മിയെപ്പോലെ രാമചന്ദ്രൻ്റെ ചിന്തകൾക്കനുസരിച്ച് ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് സന്തോഷവതിയായും കഴിഞ്ഞു. ഇതോടുകൂടി ബാലകാണ്ഡം അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത ഭാഗമായ അയോധ്യാകാണ്ഡം വായിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എന്നിവ നൽകി സപ്പോർട്ട് കൂടി ചെയ്യുക. താങ്ക് യു.